ADGP MR അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് ഇന്നും PV അൻവർ. അജിത് കുമാർ അവധിയിൽ പോയത് തെളിവുകൾ അട്ടിമറിക്കാൻ എന്ന വിമർശനം കൂടി ഉന്നയിക്കുന്നു. ADGPയെ മാറ്റുമോ എന്ന ചോദ്യത്തിന് നല്ലതിനായി പ്രാർത്ഥിക്കാം എന്തായിരുന്നു പ്രതികരണം. മാമി തിരോധാനത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും അജിത് കുമാർ പ്രവർത്തിച്ചു. ഈ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും PV അൻവർ വ്യക്തമാക്കുന്നു. ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. ഞാനിപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തിട്ടുള്ള ഈ വളരെ സീരിയസ് ആയിട്ടുള്ള മാമി കേസ് അടക്കമുള്ള കേസുകൾ മൊത്തത്തിൽ ഇതൊരു ഇന്റർലിങ്ക്ഡ് ആയിട്ട് ഈ പറയുന്ന അജിത് കുമാറിൻ്റെ ADGP അജിത് കുമാറിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇൻവോൾവ്മെൻറ്റ് ഈ കേസിലുമുണ്ട് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. MR അജിത് കുമാറിൻ്റെ ഒരു കറുത്ത കൈകൾ ഇതിൻ്റെ പിന്നിൽ എനിക്ക് വിസിബിൾ ആവുന്നുണ്ട്. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അന്വേഷണത്തിന് അതിന് ഉതകുന്ന തെളിവുകളുണ്ട്. അത് അന്വേഷണത്തിലേ വെളിവാക്കപ്പെടുള്ളൂ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം 4 ദിവസം എന്താ സുജിത് ദാസ് 3 ദിവസം ലീവ് എടുത്ത് പോയത്? അത് തന്നെയാണ്. അതുപോലെ ആയിരിക്കില്ലേ ഇത് എന്നല്ല. അതൊരു അച്ഛൻ്റെ 2 മക്കളാ. ഏത്? ഈ സുജിത് ദാസും MR അജിത് കുമാറും. മറ്റാള് ഏട്ടനാണ്. ആര്? അജിത് കുമാർ, അതിൻ്റെ അനിയൻ. ഇത് കള്ളൻ്റെ ഒപ്പം കക്കുകയും പിന്നെ കഞ്ഞി വെക്കുകയും പിന്നെ ഛർദ്ദിക്കുകയും ചെയ്ത ടീമുകളാണ്. ഈ പോകുന്ന രീതിയിൽ അന്വേഷണങ്ങൾ പോയി സത്യസന്ധമായി അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കാരാഗ്രഹത്തിൻ്റെ അപ്പുറത്ത് വേറൊന്നുമില്ല എന്നുള്ളത് സ്വാഭാവികമല്ലേ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കടലിൽ വീണവൻ വെള്ളത്തിൽ വീണവൻ ആ വെള്ളത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ എല്ലാ വഴിയും നോക്കൂലേ. ആ വഴി തേടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ 4 ദിവസം ലീവ് എടുത്തിരിക്കുന്നത്. നല്ലതിനായി പ്രാർത്ഥിക്കുക. CK വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്. വിജയൻ, ഈ മലപ്പുറം രാഷ്ട്രീയം വല്ലാതെ കത്തി നിന്ന് ചർച്ചയാകുന്നതിനിടയിൽ, അല്ലെങ്കിൽ മലപ്പുറത്തെ രാഷ്ട്രീയവും പോലീസിങ്ങും അതൊക്കെ ഇങ്ങനെ ചർച്ചയാവുന്നതിനിടയിലാണ് പുതിയൊരു ഡെവലപ്മെന്റ് എന്ന നിലയിൽ അത് സംസ്ഥാന തലത്തിലേക്ക് വലിയ ചർച്ചയിലേക്ക് എത്തുകയും ADGPക്കെതിരെ ഗുരുതരമായ ആരോപണം ഈ ഭരണകക്ഷി MLA ഉന്നയിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് RSS നേതാക്കളുമായി ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും അൻവറിന് നിരാശയാണല്ലോ, നടപടിയൊന്നും കാര്യമായി ഉണ്ടാകുന്നില്ലല്ലോ. അൻവറോട് നമ്മൾ ഈ കാര്യം ചോദിച്ചതാണ്. അതായത് അൻവറിൻ്റെ ഈ പോരാട്ടം അവസാനിപ്പിക്കുകയാണോ, പോരാട്ടത്തിൽ തൃപ്തനാണോ, പോരാട്ടം ലക്ഷ്യം കണ്ടു എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് തൃപ്തനല്ല എന്ന സൂചനയാണ് നൽകിയത്. പക്ഷേ MR അജിത് കുമാറിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് കുറച്ചുകൂടി ആത്മവിശ്വാസമുണ്ട്. കാരണം MR അജിത് കുമാറിനെ എന്ത് തന്നെയായാലും ആ പദവിയിൽ നിന്ന് മാറ്റും എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല സുജിത് ദാസിൻ്റെ അതേ ഗതി വരും എന്ന വാക്കുകൂടി അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം സുജിത് ദാസിൻ്റെ ഗതി എന്ന് പറയുന്നത് ആദ്യം സ്ഥാനത്ത് നീക്കി പിന്നീട് സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ ഒരു അവസ്ഥ MR അജിത് കുമാറിന് വരും. അതിന് മുന്നോടിയായി സുജിത് ദാസ് 3 ദിവസം അവധിയെടുത്തതുപോലെ ഇദ്ദേഹം 4 ദിവസം അവധിയെടുത്തിരിക്കുന്നു. അത് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് വെള്ളത്തിൽ വീണ ഒരാൾ രക്ഷപ്പെടാൻ കച്ചിത്തുരുമ്പും അതിനുവരെ ശ്രമിക്കുമെന്ന് പറഞ്ഞതുപോലെ അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ MR അജിത് കുമാർ നടത്തുന്നത്. MR അജിത് കുമാർ ഏതാണ്ട് പിടിക്കപ്പെട്ടു, അതുകൊണ്ട് നടപടി ഉണ്ടാകും, പുറത്താക്കും എന്ന സൂചന വളരെ വ്യക്തമായി അൻവർ പ്രകടിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ MR അജിത് കുമാറിനാണ് ഈ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് വലിയ പങ്കുള്ളത്. അദ്ദേഹത്തിൻ്റെ കറുത്ത കൈകൾ ഇതിൻ്റെ പിറകിലുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ തൻ്റെ ഭാഗത്ത് കിട്ടിയ തെളിവുകൾ, തൻ്റെ കയ്യിലുള്ള വിശദാംശങ്ങൾ, തൻ്റെ സംശയങ്ങൾ ഇതെല്ലാം തന്നെ ഒരു സീൽ ചെയ്ത കവറിലിട്ട് ഈ അന്വേഷണ സംഘത്തിൻ്റെ തലവന് കൈമാറും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ MR അജിത് കുമാറും ഈ സുജിത് ദാസും ഏട്ടനും അനിയനുമാണ്, അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ മക്കളാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഏറ്റവും രൂക്ഷമായ വിമർശനം മുഴുവൻ ഇപ്പോൾ MR അജിത് കുമാറിനാണ്. അതിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ നേരത്തെ അൻവർ ഉന്നയിച്ച മറ്റ് പൊതുവായ കേസുകളെ എല്ലാം കുറിച്ചും അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, അതിന് തെളിവായിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം കൊല്ലുന്നവനും കൊല്ലിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞത് ഞാനല്ല. ആ കാര്യം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന സുജിത് ദാസ് എന്നയാളാണ്. ആ ഓഡിയോ നേരത്തെ തന്നെ താൻ പുറത്തുവിട്ടതാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക്, പക്ഷേ MR അജിത് കുമാറിനപ്പുറത്തേക്ക് P ശശിയിലേക്ക് ചോദ്യങ്ങൾ എത്തുമ്പോൾ
ചോദിച്ചപ്പോൾ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒന്നും തന്നെ ചോദിക്കേണ്ട എന്നും താൻ അതിന് മറുപടി പറയാൻ ഇല്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാട്സപ്പുകളിലും മറ്റും നിരന്തരമായി അദ്ദേഹം ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ടവർക്ക്, നീതി കിട്ടാത്തവർക്ക്, പോലീസിൽ നിന്നും പ്രശ്നങ്ങൾ നേരിട്ടവർക്കൊക്കെ സമീപിക്കുന്നതിന് വേണ്ടി ആ വാട്സപ്പിൽ ഇന്ന് രാവിലെ 9:30 ആകുമ്പോഴേക്ക് ഏതാണ്ട് 1000-ഓളം മെസ്സേജുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രമാത്രം ആൾക്കാർക്ക് പോലീസിനെ കുറിച്ച് പരാതിയുണ്ട്, പോലീസിനകത്ത് കുറേ പുഴുക്കുത്തുകളുണ്ട്, അവരെക്കുറിച്ചാണ് പരാതിയെന്നും അൻവർ പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ ഈ വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണ്ണക്കടത്ത് അത് ഒരു പുതിയ സംഭവമല്ല. പക്ഷേ വിമാനത്താവളത്തിന് പുറത്ത് പോലീസ് കൂടി ഇടപെട്ട് പിടിക്കുന്നു. അത് നല്ല കാര്യമായാണ് നമ്മൾ പൊതുവിൽ കണ്ടത്. പക്ഷേ അത് അങ്ങനെ പിടിക്കുന്ന സ്വർണം അത് ഒറ്റാണെന്നും അതിൻ്റെ ഒരു ഭാഗം ഈ SP സുജിത് ദാസ് എടുക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചത്. മാത്രമല്ല മരമുറി ആ പരാതിയുമായി ബന്ധപ്പെട്ടിപ്പോൾ പരാതി നൽകിയ SI N ശ്രീജിത്തിന്റെ മൊഴി നാളെ പോലീസ് രേഖപ്പെടുത്താൻ പോകുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇതിനൊരു മറുഭാഗം കൂടി ഉണ്ടല്ലോ. എന്തുകൊണ്ട് PV അൻവറിന് ജലീൽ കൊടുവള്ളി മുൻ MLA യുടെ പിന്തുണ, എന്നാൽ മുഖ്യമന്ത്രി ഭാഗത്ത് നിന്ന് പിന്തുണ കിട്ടുന്നില്ല? പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയെയും അൻവറിനെയും തള്ളാതെ മറുപടി പറയുന്നു. ഇതിനൊരു മറുഭാഗമുണ്ടല്ലോ. മറുഭാഗത്തെ രാഷ്ട്രീയം ഏത് തരത്തിലാണത് മുന്നോട്ട് പോകുന്നത്? മാത്രമല്ല വയനാട്ടിലൊരു മരമുറി കേസുമായി ബന്ധപ്പെട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥർ DYSPക്കെതിരെ അടക്കം ആരോപണങ്ങൾ നിൽക്കുകയാണ്. ഇതിൽ അൻവറിന് പ്രത്യേകിച്ച് അൻവറിൻ്റെ ചില മേഖലകളുണ്ട്. അൻവറിന് കൂടുതൽ വിവരങ്ങളും അതേപോലെ തന്നെ അറിവും ബന്ധങ്ങളുമുള്ള ചില മേഖലകളുണ്ട്. ആ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ അൻവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഒന്ന്, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കുറേ വിവരങ്ങൾ അൻവറിൻ്റെ കയ്യിലുണ്ട്. ആ വിവരം വെച്ചാണ് അൻവർ ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പറയുന്നത്. അതിലേതാണ്ട് ഇപ്പോൾ 1 ക്വിൻ്റലോളം സ്വർണം എന്നാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നത്. അത്രയും സ്വർണം ഈ പറയുന്ന രീതിയിൽ, അതായത് കസ്റ്റംസിൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കസ്റ്റംസിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പുറത്തേക്ക് എയർപോർട്ടിന് പുറത്തെത്തുമ്പോൾ അവിടെ നിന്നും പിടിക്കപ്പെടുന്നത് എന്ന്, അതിലെത്ര മുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര അദ്ദേഹം തട്ടിയെടുത്തിട്ടുണ്ട് എന്ന കണക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അന്വേഷണവും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു ചെറിയ കേസായിരിക്കാൻ സാധ്യതയില്ല. രാമനാട്ടുകരയിൽ 5 പേരുടെ മരണത്തിലേക്ക് നയിച്ച അപകടങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വിപുലമായ രീതിയിൽ ചർച്ചകൾ ഉണ്ടായിരിക്കുന്നത്. ആ ചർച്ചകൾക്ക് ഒടുവിലാണ് ഇപ്പോൾ ആ കേസിൽ, രാമനാട്ടുകരയിൽ കേസിൽ ഉള്ള പ്രതിയായിരിക്കുന്ന ഒരാൾ, കൊടുവള്ളി സ്വദേശിയായ ഒരാൾ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, സുജിത് ദാസ് കേസിൽ നിന്ന് ഒഴിവാക്കാൻ 10 ലക്ഷം രൂപ ചോദിച്ചു, 5 ലക്ഷം താൻ കൈമാറിയിട്ടുണ്ട്, പക്ഷേ പിന്നീട് അത് നടക്കാതെ പോയപ്പോൾ താൻ പ്രതിയായി എന്ന്, വീട്ടിൽ നിരന്തരം വന്ന് പണം ആവശ്യപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ ഈ കേസിൻ്റെ അകത്ത് അൻവർ പറഞ്ഞതിന് ഉപോദ്ബലകമായ തെളിവുകൾ ഒരുപാട് ഇപ്പോൾ കൂടുതൽ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സുജിത് ദാസിൻ്റെ ബന്ധം അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മരമുറിയുമായി ബന്ധപ്പെട്ടത്. ആ മരമുറി സംബന്ധിച്ച് ഉള്ള പ്രധാനപ്പെട്ട ഭാഗം അൻവറും അതോടൊപ്പം തന്നെ സുജിത് ദാസും തമ്മിൽ സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പിനകത്ത് ഏതാണ്ട് ഒരു 4 ദിവസം മുൻപ് തന്നെ നമ്മൾ കേട്ടതാണ്. അതിൻ്റെ മരമുറിച്ച റിപ്പോർട്ടുകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അതിൽ നടപടി എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അത് ആരൊക്കെയായിരുന്നു അതിൽ പരാതി നൽകിയത്, അതിൽ പരാതി നൽകിയത് തന്നെ ഒരു പോലീസുകാരനാണ്. അത്തരത്തിൽ പരാതി നൽകിയ ആൾക്കാരിൽ നിന്നും തെളിവെടുത്തും തുടങ്ങി.